എനിക്ക് എപ്പോഴും LMS കോമ്പൗണ്ട് കാണുമ്പോഴേ എൻ്റെ കല്യാണ സമയം ഓർമ്മ വരുന്നത്. അപ്പോഴും കുറച്ച് ഡിസിഷൻ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വന്ന് പ്രാർത്ഥിച്ചൊക്കെ എനിക്ക് ഓർമ്മ വരാം. LMS ചർച്ച് നമ്മുടെ പാളയം കഴിഞ്ഞ തിരുവനന്തപുരത്ത് പാളയം ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേന് നമ്മളെ മനോഹരമാക്കും, തിരുവനന്തപുരത്തെ കുറച്ചുകൂടി മനോഹരമാക്കുന്ന ഒരു ചർച്ചാണ്. റീൽസിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. LMS പിന്നെ ലണ്ടൻ മിഷൻ സൊസൈറ്റിയാണ്. പിന്നെ അത് MM ചർച്ചായിട്ട് മാറുമായിരുന്നു. അതായത് മെറ്റീർ മെമ്മോറിയൽ ചർച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ ഈ വർഷം ഞങ്ങൾ ക്രിസ്മസ് ഡെക്കറേഷൻസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5000 പരം സ്റ്റാർസ് കൊണ്ട് അവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 40 കൂടുതലായിട്ട് ഡിജിറ്റൽ സ്റ്റാർസ് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും അവിടെ അട്രാക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു 120 ഫീറ്റ്സ് ആണെന്ന് തോന്നുന്നു. അത്രയും പൊക്കമുള്ളൊരു എന്താ പറയുക ക്രിസ്മസ് ട്രീ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് യങ്സ്റ്റേഴ്സ്, എനിക്ക് അവിടെ അവർ പറഞ്ഞേക്കുന്നത് 30 പരം യങ്സ്റ്റേഴ്സ് ചേർന്ന് ചെയ്തതാണെന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റീൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഈ വീഡിയോയിൽ വഴിയേ കാണാം കേട്ടോ. ചർച്ച് കാണുന്നതിന് നമുക്ക് ഫ്രീ ആയിരുന്നു കേട്ടോ, ഫീസൊന്നുമില്ല. പക്ഷേ ചർച്ചിൻ്റെ അവിടെ ഒരു കവാടം പോലും ചെയ്തിട്ടില്ല. ഇതിൻ്റെ അപ്പുറം അങ്ങോട്ട് കിടക്കുന്നതിന് 100 രൂപ ചാർജ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമുക്ക് കാണാൻ പറ്റുക. ഫുള്ള് ദീപാലങ്കാരങ്ങൾ കൊണ്ടിങ്ങനെ ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 20 അല്ല കേട്ടോ, കുറേ ക്രിസ്മസ് ഫാദറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഈ ഏരിയയ്ക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കൺവെൻഷന് വന്നതൊക്കെ ഇവിടെ ചാരിറ്റി വർക്ക്സ് ഒക്കെ നടക്കുന്നത്. ഇന്നത്തെ ഓഫീസ് ചാരിറ്റി വർക്ക്സ് ഒക്കെ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. കർത്താവിൻ്റെ ജനനം മുതൽ മരണം പുനരുത്ഥാനം വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ കാണിക്കുന്ന പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. ബാപ്റ്റിസം ഉണ്ട്, ഗിരിപ്രഭാഷണമുണ്ട്, അതുപോലെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതുണ്ട്, ക്രൂശീകരണമുണ്ട്, പുനരുത്ഥാനമുണ്ട്. അതുപോലെ അങ്ങനെ കർത്താവിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് അടുത്തല്ല, കുറച്ച് ദൂരെയായിട്ട് വെച്ചേക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ 20 ഫൂട്ട് ഉയരത്തിലുള്ള ഒരു ക്രിസ്മസ് ഫാദർ ഉണ്ടായിരുന്നു, അത് കണ്ടത്. പിന്നെ അതിൻ്റെ താഴേക്ക് ഇതുപോലെ അലങ്കാരങ്ങളാണ്. ഞാനും അപ്പം മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറിയല്ലോ കേട്ടോ. ഇനി കുഞ്ഞുങ്ങൾക്ക് വരാൻ വയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് പഞ്ഞിയൊക്കെ വെച്ചിട്ട് നമുക്കൊരു സാന്താക്ലോസിനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു കേവാണ് ചെയ്തേക്കുന്നത് കേട്ടോ. കുറച്ച് മുന്തിരിപ്പഴങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനുള്ളിൽ കൂടെ ഒരു ഗുഹ പോലെ ഇങ്ങനെ. അപ്പോൾ അതിലേക്കൂടെ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് നടന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ അധികം തിരക്കില്ല. ഓൾമോസ്റ്റ് എനിക്കൊരു 3-ാം തീയതിയാണെന്ന് തോന്നുന്നു ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞുമല്ലോ. അതിലേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നിറയെ സൂര്യകാന്തി ചെടി പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പയും എടുത്തു, ഞാനും എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ അത് നിൽക്കുന്നതാണ്. അതിൻ്റെ ഒരു ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. അപ്പോൾ അവിടെ കുറച്ച് തള്ളായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ടുണ്ട്. പിന്നെ പഴയ കാലത്തെ കൊട്ടാരങ്ങൾ, വിദ്വാൻമാർ, അങ്ങനെയുള്ള ക്രിബ്. ഇതിൻ്റെ BGM ആയിട്ട് നമ്മുടെ പഴയ നുസ്റ്റു യഹൂദിയയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് കേൾപ്പിക്കാൻ നിവൃത്തിയില്ല, കോപ്പിറൈറ്റ് വരുമെന്ന് പേടിച്ചിട്ട്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ താരം, നമ്മുടെ ജയൻറ്റ് ക്രിസ്മസ് ട്രീ. അത് നമ്മുടെ തിരുവനന്തപുരത്ത്, എനിക്ക് തിരുവനന്തപുരം എന്താ വരാത്ത, തിരുവനന്തപുരത്ത് നിന്നാണെന്ന് അറിയുമ്പം ഭയങ്കര സന്തോഷം. ഏകദേശം 120 ഫീറ്റ് ഉയരമുണ്ട്. പിന്നെ അതിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ എന്താ പറയുക, കുറേ യങ്സ്റ്റേഴ്സിൻ്റെ പ്രയത്നമെന്ന് അറിയുന്നു. അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. നമ്മൾ പലപ്പോഴും പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു സാധനം കാണുവാണെങ്കിൽ നമ്മൾ ഭയങ്കര വാവ് പറയും. പക്ഷെ നമ്മുടെ അടുത്തൊരു സാധനം വന്നു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ ഇച്ചിരി മടിയാണെന്ന് തോന്നുന്നല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് കുറച്ച് കിളികളുടെ കൂടുകളിലേക്കാണ്. 1500 പരം കിളികളുള്ള ചെറിയൊരു ഇതിലേക്കാണ് ചെന്നത്. അവിടെ എനിക്ക് തോന്നുന്നു വിൽപ്പനയുണ്ടെന്നാണ് തോന്നുന്നത്. കുറച്ച് പേരൊക്കെ നിന്ന് എന്തൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങുമായിരുന്നു സമയമായതുകൊണ്ട്. പിന്നെ അല്ലാണ്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്ന മാജിക് ഷോസ് ഉണ്ടായിരുന്നു, പലരുടെയും പരിപാടികൾ ഉണ്ടാവുന്നു. അതൊക്കെ അവസാന ദിവസങ്ങളിലായതുകൊണ്ട് ഉണ്ടായിരുന്നില്ല, അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ
അതൊക്കെ റിമൂവ് ചെയ്ത രീതിയിലായിരുന്നു നമ്മൾ ഇന്നിപ്പം കണ്ടത്. അപ്പോൾ എല്ലാവർക്കും സമൃദ്ധമായിട്ടൊരു പുതുവത്സരം നേർന്നുകൊണ്ട് 2026 ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.